എല്ലാവർക്കും വാസ്തു അഡ്വൈസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ 1400 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള 2 ബെഡ്റൂമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാന്റെ ഡിസൈൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോർ പ്ലാന്റെ അളവുകൾ ഇടാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിസൈൻ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെയുള്ള ആ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ കമൻ്റ് ആയിട്ട് ഫ്ലോർ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഇതേപോലെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് നമ്മുടെ VIP ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ VIP ഗ്രൂപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവുകൾ നിങ്ങൾക്ക് ക്രമീകരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്ലോർ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 പേര് കൂടുതൽ അതേപോലെ ഫ്ലോർ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അളവുകൾ ഉൾപ്പെടെ ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലാണെന്നെങ്കിൽ ഇതിൻ്റെ കൂടുതൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആകെ 1 മിനിറ്റ് താഴെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പക്ഷേ അതിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ടാണ് ഞാനൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനായിട്ട്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫ്ലോർ പ്ലാനിനെ പറ്റി നോക്കാം. സാധാരണ ആളുകൾ പറയുന്നതാണ് വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള സ്പേസ് കിട്ടത്തില്ല അങ്ങനെ നമുക്ക് സ്പേസ് ഒക്കെ യൂട്ടിലൈസേഷൻ ചെയ്ത് മാക്സിമം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആ നാച്ചുറൽ ലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ ഏത് റൂം എടുത്തു കഴിഞ്ഞാലും നോക്കി കഴിഞ്ഞാൽ അവിടെ ജനലും കിട്ടത്തക്ക രീതിയിലാണ് നമ്മളതിനകത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ലിവിംഗ് ഹാള്, ആ ലിവിംഗ് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ടൊരു ഫാമിലി, ഈ ഫാമിലിക്കകത്ത് നമുക്ക് സ്റ്റെയർ കേസ് ഗൃഹമന്ത്രി സൂത്രത്തിന് തടസ്സമാകാത്ത രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെയർ കേസ് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡൈനിങ്ങിൻ്റെ ഇവിടെ ഒരു അടുക്കള കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ. അതുപോലെ നമ്മൾ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നിൽക്കി പാചകം ചെയ്യുന്ന രീതിയിൽ നമുക്ക് വർക്ക് ഏരിയ ആണെങ്കിൽ അടുക്കളയാണ് ക്രമീകരിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുന്നത് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. അതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കൊടുത്തേക്കുന്നത്. അതുകൂടാതെ ഒരു ബെഡ്റൂം കൊടുക്കുന്നുണ്ട്. അതിന് കോമൺ ആയിട്ട് കൊടുക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അളവുകളും കാര്യങ്ങളൊക്കെ ഇടുന്നതിനകത്ത് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും വിചാരിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ അളവുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ വിസ്താരവും ദീർഘവും കൊടുത്തേക്കണം പതിവനിയപ്പെടുത്തിയ രീതിയിൽ 5 എന്ന യോനിസംഖ്യയുള്ള വരുന്ന രീതിയിലാണ് നമ്മൾ കിഴക്ക് ദർശനമായ വീടിനെ നമ്മളിതിന് കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ അത് മാസ്റ്റർ ബെഡ്റൂം, അതുപോലെ ഈ ഒരു ബെഡ്റൂം, അതുപോലെ ഈ ഒരു ലിവിംഗ് ഹാള്, ഈ ഒരു കിച്ചണ്, ഈ ഒരു വർക്ക് ഏരിയ, ഈ ഡൈനിങ് കം ഫാമിലി, ഇത്രയും അളവ് നമ്മൾ കൃത്യമാക്കി തന്നെ കൊടുക്കണം. അതെല്ലാം പതിവനിയപ്പെടുത്തിയ രീതിയിൽ തന്നെ അളവ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൂടാതെ അതിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും ഒരേ ലൈനിൽ വരത്തക്ക രീതിയിൽ ചെയ്യുക. അതിൽ വർക്ക് ഏരിയ, കിച്ചണ്, ലിവിംഗ് ഹാള് അതെല്ലാം ഒരേ അലൈൻമെൻറ്റ് വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ അലൈൻമെൻറ്റ് കൃത്യമാകുന്ന രീതിയിലും കൂടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ VIP ഗ്രൂപ്പായിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാം. അതിന് താഴെ നിങ്ങൾ വരച്ച ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അളവുകളൊക്കെ ഇട്ട് വരയ്ക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യത്തക്ക രീതിയിൽ എങ്ങനെയാണെന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആർക്കിടെക്റ്റോ സിവിൽ എഞ്ചിനീയറോ ഡ്രാഫ്റ്റ്സ്മാനോ വല്ല ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതൊരു കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പാണ്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മുറികൾക്കും നമ്മൾ ജനലുകളും കാര്യങ്ങളും കൊടുക്കുന്നത്. ഈ മുറികൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മുറികൾക്കും നമ്മൾ ജനലുകളും കാര്യങ്ങളും വരുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മാക്സിമം ക്രമീകരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതുപോലെ ഇതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ VIP ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിന് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ച് മഹാമാർഗ്ഗങ്ങളൊക്കെ നോക്കിയിട്ട് വാസ്തുപ്രകാരമായിട്ടൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലോർ പ്ലാൻ പരിശോധിക്കാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അതിലും ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഫ്ലോർ പ്ലാൻ ഡിസൈനിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.